അണ്ടിമുക്ക് ശാഖയിലെ കുറുവടിക്കുണ്ടന്മാരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് CJPയുടെ പ്രൊട്ടസ്റ്റ് രാജ്യവിരുദ്ധമാണ്, അവിടുത്തെ പോലീസുകാർക്ക് അടികിട്ടി, അവിടുത്തെ പോലീസുകാർക്ക് പോലീസ് വണ്ടികൾ അടിച്ചു പൊളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടത്തിൽ സംഘ നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ശാഖാകുണ്ടനും കൂട്ടത്തിൽ വലിയ വലിയ പോസ്റ്റുകൾ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ സകല ശാഖാകുണ്ടന്മാരോട് ചോദിക്കാനുള്ളത്, അവിടെയൊക്കെ നിൻ്റെയൊക്കെ തന്തയാണെന്ന് നീ തന്നെ സ്വയം വിചാരിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന ടീംസ്, അവിടെ വരുന്ന പെമ്പിള്ളേർ, അതായത് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരുന്ന പെമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആ വരുന്നവരുടെ ചന്തിയിൽ കൂടെ വരെ ലാത്തി വീശി അല്ലെങ്കിൽ ലാത്തി കുത്തിക്കയറ്റുന്ന ഇത്തരത്തിലുള്ള പോലീസായിരിക്കും നിൻ്റെയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? ഏതായാലും കൊള്ളാം. ഇനി അതുപോട്ടെ, ആ പോലീസിൻ്റെ അതവിടെ നിൽക്കട്ടെ. അങ്ങനത്തെ 100 കേസുകൾ 100 വീഡിയോസ് അവിടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, പോലീസിനെ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്നെപ്പോലത്തെ ശാഖയിലെ കുറെ കുണ്ടന്മാരെ കയ്യിൽ ലാത്തിയും കൊടുത്ത് അവിടെ ഇറക്കിയിട്ടുണ്ട് അവിടെ വരുന്ന ആൾക്കാരടിക്കാൻ. ഈ ജവാന്മാരുടെ ഈ പറഞ്ഞ യൂണിഫോം വരെ കൊടുത്തിട്ട് അവിടെ ഈ പക്ക ഗുണ്ട, അതായത് BJP RSSന്റെ തനി കൊണം കാണിക്കുന്ന കൊണ്ടകളെ അവിടെ കൊണ്ട് ഇറക്കിയിട്ടാണ് ഇവന്മാർ അവിടെ അത്രയും വലിയൊരു അക്രമാസക്തമാക്കിയത്. അങ്ങനെ അടി കിട്ടുന്ന സമയത്ത് ഇമാതിരി ചെറ്റ പരിപാടികൾ കാണിക്കുമ്പോൾ തിരിച്ച് ഈ പറഞ്ഞ CJPയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ ആരാണോ അവിടെ ഏജൻസികളായി ചെല്ലുന്നവർ രക്ഷപ്പെടാനും ഓടുന്ന വഴിക്കൊക്കെ ഈ പറഞ്ഞ പോലീസിൻ്റെ അല്ലെങ്കിൽ ഈ പട്ടാളത്തിൻ്റെ വണ്ടികളുടെ ചില്ലൊക്കെ പൊട്ടും. നിങ്ങൾ അവിടെ പൊട്ടിക്കുന്നത് അവരുടെ തൊലിയും അവരുടെ എല്ലും അവരുടെ തലയൊക്കെ ആണെങ്കിൽ തിരിച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ന്യായം പറയാനൊക്കെ ഈ അണ്ടിമുക്ക് ശാഖയിൽ എമ്മാതിരി കുണ്ടന്മാരെ ഇറക്കി വിടുന്ന നമ്മുടെ നാട്ടിലെ, അല്ലെങ്കിൽ അതായത് നീറ്റ് എന്താണെന്നോ വിദ്യാഭ്യാസം എന്താണെന്നോ അറിയാത്ത വെറും പട്ടിണി പുഴുക്കൾ, ഞാൻ അങ്ങനെ ഇതിട്ടുള്ള പറയുള്ളൂ, പട്ടിണി പുഴുക്കൾ, വിദ്യാഭ്യാസം ഇല്ല, പൈസ ഇല്ല, ഒരു ഗുണമില്ലാത്ത കുറേ എണ്ണം കേരളത്തിൽ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ കാണിച്ച ഈ ഫോട്ടോയിലൊക്കെ ഉള്ള വീഡിയോസ്. അന്ന് പോയി കാണേണ്ട കാര്യമില്ല. അതായത് എന്താണ് രാജ്യത്ത് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ഒരു ഐഡിയ ഇല്ല. കുറേ അന്ധഭക്തത മൂത്തിട്ട് ഇങ്ങനെ വന്ന് ചിലച്ചുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇവനൊക്കെ വിട്ട കാലത്ത് 10ാം ക്ലാസ്സെങ്കിലും പാസ്സായിരുന്നെങ്കിൽ ഒരു മെച്ചമുണ്ടെങ്കിൽ അതുപോലും പാസ്സാവുന്നില്ല. കാരണം എന്താണ്, ഈ തലയിൽ ഈ വർഗീയതയും ഈ മറ്റേ ഈ ചെറ്റത്തരും കൊണ്ട് നടക്കുന്ന ടീംസാണ്. പിന്നെ അവനൊക്കെ പൈസ കൊണ്ട് ഗുണമില്ല, പട്ടിണിയാണ്, കുടുംബക്കാരോണ്ടും ഗുണമില്ല, സൊസൈറ്റിക്കും ഗുണമില്ല, ഒരു തരത്തിലും ഒരു ഗുണമില്ലാത്ത കുറേ എണ്ണം. ഏതായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഈ സമരത്തിൻ്റെ ഗതി നിങ്ങൾ കണ്ടു അല്ലേ? ഇന്നലെ വരെ കണ്ടതല്ല ഇന്ന് കണ്ടത്. അതായത് വലിയ രീതിയിൽ ഇപ്പം കോൺഗ്രസ് പാർട്ടി കംപ്ലീറ്റ്ലി ഐക്യദാർഢ്യം, അല്ലെങ്കിൽ അവിടെ പോയിരുന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള MP-മാരെയും ബാക്കി BJP ഈ കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പ്രോട്ടോക്കോൾ വെച്ചിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിനെ അങ്ങനെ വെറുതെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറും ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതേ സമരത്തിൻ്റെ തലങ്ങളൊക്കെ മാറി സമരം മറ്റൊരു രീതിയിലോട്ട്, മറ്റൊരു ചിന്താഗതിയിലോട്ട് മാറുന്നുണ്ട്. ഇതുവരെ ഈ ജൻസി പിള്ളേരെ അങ്ങ് അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള വിശ്വഗുരുവിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസും പലതരത്തിലുള്ള കോമാളി ഫോട്ടോസ് വരെ അവിടെ ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ജൻസി ആൾക്കാരുടെ മുമ്പിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇത്രയും നാണം കെട്ട അവസ്ഥയിലോട്ട് നമ്മുടെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഈ കള്ളന്മാരും, അങ്ങനെ തന്നെ പറയാം, പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള സകല കള്ളന്മാരും പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇന്ത്യയിൽ മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്ത്യയുടെ പുറത്തുള്ള യൂറോപ്പ് പോലത്തെ പല രാജ്യങ്ങളിലും ഈ പ്രൊട്ടസ്റ്റിന് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്നലെയൊക്കെ പല സ്ഥലങ്ങളിലും സപ്പോർട്ടായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊരു ജൻസി പ്രക്ഷോഭം എന്നുള്ളതല്ല. അതായത് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് തുറക്കാൻ പറ്റാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയും ആ വിദ്യാഭ്യാസ മന്ത്രിനെ കൂട്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അയാൾക്കുള്ള സകല പ്രിവിലേജും കൊടുക്കുന്ന രാജ്യം ഭരിക്കുന്ന ഒരു ചക്കക്കുരുവാണല്ലോ നമുക്കൊക്കെ ഉള്ളത് എന്നുള്ളത് ലോക ജനത തന്നെ ഇപ്പം അത് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇന്ത്യയുടെ അധോഗതിനെ പറ്റി. അന്ധഭക്തർക്കോ അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ അണ്ടിമുക്ക് ശാഖ ടീംസിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവാനും പോകുന്നില്ല. വന്നിട്ട് കൊണടിക്കാനും മാത്രമേ ഇതിട്ടുള്ള കൊണ്ട് പറ്റുള്ളൂ. കാരണം ആയ കാലത്ത് പഠിക്കാനും പോയില്ല, ഒന്നും ചെയ്യാൻ പോയില്ല. ഞാൻ വീണ്ടും പറയാണ്, അതായത് ഈ പട്ടിണിപ്പാവങ്ങളെ കാണുമ്പോഴേ ഒരു തരം ദേഷ്യമാണ് തോന്നാറ്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. നമ്മുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിരിയാണ് വരാറ് ഈ യുവന്മാർ കാണിക്കുന്ന ഓരോ കാട്ടിക്കുട്ടലുകൾ കാണുമ്പോൾ. ഇപ്പം അവിടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, പിന്നെ VD സതീശൻ, അതുപോലെ തന്നെ DK ശിവകുമാർ, മല്ലികാർജ്ജുൻ ഖാർഗെ, മറ്റ് കോൺഗ്രസിൻ്റെ MP-മാരും അവിടെ ഉണ്ട്, പവൻ ഖേര, അങ്ങനെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളും പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇപ്പം പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ ഒന്നായി തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് മാറിയിട്ടുണ്ട്.
ഇനിയും വാ തുറന്നിട്ടില്ല. ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, അതായത് നീറ്റ് പരീക്ഷ ലീക്കാക്കിയിട്ടുള്ള കുറ്റവാളികളെ ഞാൻ തുറങ്കലിൽ അടയ്ക്കും. കഴിഞ്ഞ 3 മാസമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് പല ആളുകളും. കുറേ കാലങ്ങളായിട്ട് ഇതൊരു സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതുവരെ വാ തുറക്കാത്ത നമ്മുടെ വിശ്വഗുരുവിൻ്റെ അണ്ണാക്കിലൊരു പിരി പൊട്ടി. കാരണം ഈ തിരക്കും അല്ലെങ്കിൽ ഈ ആളുകളും ഇന്നലെ അവിടെ 10,000-കണക്കിന് ആളുകൾ നിരന്നതും കൂടെ കണ്ടപ്പോൾ കണ്ണങ്ങട്ട് തള്ളി പുറം വാതിലൂടെ ഓടി രക്ഷപ്പെട്ടവനാണ് നമ്മുടെ ഈ പറഞ്ഞ രാജ്യം ഭരിക്കുന്ന ആ ഒരു ഐറ്റം. അപ്പം അത് മനസ്സിലാക്കിയോണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഒരു പ്രസ്താവന വിട്ടിട്ടുള്ളതും. ഇനി കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന്, രാഹുൽ ഗാന്ധിൻ്റെ സൈഡിൽ നിന്ന് ഇതിലോട്ടുള്ള ഒരു എൻട്രി ഭയങ്കര അപ്രതീക്ഷിതമായിട്ടായിരുന്നു. കാരണം ഇന്ന് കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു എൻട്രി ഇതിലോട്ട്, അതായത് ഈ ഒരു CJP പ്രൊട്ടസ്റ്റിലോട്ട് വരുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരുന്നു കേന്ദ്ര സർക്കാരും വളരെ കൂളായിട്ടാണ് നിന്നിരുന്നത്. അതായത് അവിടെ വരുന്നവരെ അടിച്ചോടിക്കുക, അതിന് ഞങ്ങൾ ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്. അതായത് BJPയുടെ ഗുണ്ടകളും ഉണ്ട്, കൂട്ടത്തിൽ ഡൽഹി പോലീസും ഉണ്ട്, കുറച്ച് പട്ടാളക്കാരും ഉണ്ട്. അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ കണ്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ട്, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനമാണ് ഇന്ന്, അതുകൊണ്ട് അത് ആഘോഷിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകും എന്ന് പറഞ്ഞ ആളുകളെല്ലാവരും കൂടെ നേരെ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി നേരൊറ്റ പോക്ക് പോയത് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിലോട്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഉള്ള ഫോഴ്സ് പോരാ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് സമരത്തിന് എത്രത്തോളം സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ CPM MP-മാരും എല്ലാവരും, ജോൺ ബ്രിട്ടാസും നമ്മളെ റഹീമും, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ജോസ് കെ മാണി, എല്ലാവരും അവിടെ നിരന്നിട്ടുണ്ട്. അവരൊക്കെ ബസ്സുകളിൽ ഈ പറഞ്ഞ ആളുകളെ പൂട്ടി വെച്ചിട്ടുണ്ട്. CJP പ്രവർത്തകർ അല്ലെങ്കിൽ ജെൻസി അവിടെ സമരത്തിന് വന്ന പ്രതിഷേധക്കാരെ പൂട്ടി വെച്ച സ്ഥലത്ത് നിന്ന് ഇവരെല്ലാവരും കൂടെ കയറി ആ ബസ്സിൽ നിന്നൊക്കെ അവരെ റിലീസ് ചെയ്ത വീഡിയോസൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഗോദി മീഡിയകളിൽ എവിടെയും ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള കവറേജോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ്, അതായത് ഈ സംഘചിന്തകൾ മാറ്റിയിട്ടുള്ള ആളുകളും ചിന്തിച്ചാൽ മതി. ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് പോലും അതുപോലും ഗോദി മീഡിയകളിൽ വരാത്തൊരവസ്ഥ. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ സർക്കാർ ഈ പറഞ്ഞ മീഡിയകളെ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, പോലീസിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, സകല ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാത്തിലും ഇവന്മാർ പൈസ കൊടുത്തിട്ടും പല പരിപാടികളും കൊടുത്തും കൈ ഇറക്കി വെച്ചിട്ടുള്ളത് എത്രയെന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. കേരള മാധ്യമങ്ങൾ കൂടുതലും ഇത് കാണിക്കുന്നുണ്ട്, പക്ഷേ മറ്റ് മാധ്യമങ്ങളൊന്നും കാണിക്കുന്നില്ല. കൂടുതലും ഈ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത് സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തോട്ട് വരുന്നത്. അതായത് ഒരു പൂർണ്ണ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് സ്തംഭിക്കുന്ന രീതിയിലാണ് ഇപ്പം രാജ്യ തലസ്ഥാനം പോകുന്നത്. ഇതേ ദിവസം തന്നെ ആയിരുന്നു ഇന്ന് ഈ ട്രേഡിംഗ്, അതായത് അമേരിക്കൻ ട്രേഡിൻ്റെ ഡീലുകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കർഷകർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് കർഷകർ, ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ കർഷകരുടെ പ്രൊട്ടസ്റ്റും കൂടെ ഡൽഹിയിലേക്ക് ഉണ്ടായിരുന്നു. അത് ഹരിയാന ബോർഡറിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. കാരണം അവരും കൂടെ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഡൽഹിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി തീരും, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ ഹരിയാന ഡൽഹി ബോർഡറിൽ തന്നെ വന്ന്, അതായത് പഞ്ചാബിൽ നിന്നൊക്കെ വന്ന് 100,000-കണക്കിൽ കർഷകർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ പ്രതിഷേധം ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ മൊത്തം പെട്ടിരിക്കുന്ന, അതായത് ഇങ്ങനെ മറ്റേ ആപ്പിൽ പെട്ടിരിക്കുന്ന കുരങ്ങൻ്റെ അവസ്ഥയാണ് നമ്മുടെ ഗുരുവിൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാ ടീംസിനും. അതായത് ഇനി ഈ സമരം എങ്ങോട്ട് പോകും, ഏത് രീതിയിൽ പോകും എന്നൊക്കെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ ഇരുന്ന് കുരയ്ക്കുന്ന ഈ പറഞ്ഞ പരിവാണ പട്ടിക്കാട്ടങ്ങൾ കുരച്ചുകൊണ്ടിരിക്കും. അതും നിങ്ങൾക്ക് കാണാൻ വളരെ രസകരമായിരിക്കും. എന്താണ് രാജ്യത്ത് നടക്കുന്നത്, ഏതാണ് നടക്കുന്നത് എത്തും പിടിയില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ അന്ധഭക്തരാണ് എന്നുള്ള ചിന്ത ഉള്ളിടത്തോളം കാലം ഇവന്മാരിങ്ങനെ ഭൗ എന്നും പറഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ. അതങ്ങനെ എടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ അത് കമൻ്റായിട്ട് ഇടുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.